സംഭവം എൻ്റെ ഏറ്റവും വലിയ എനിമിയൊക്കെയാണ് ലസിത പാലക്കൽ എന്ന് പറയുന്ന അമ്മായി. വിവരക്കേടിന് സംസ്ഥാന അവാർഡ് 4 പ്രാവശ്യം കിട്ടിയ അമ്മായിയാണേ അത്. അപ്പോൾ അമ്മായിയും ഞാനും തമ്മിൽ ഭയങ്കര ശത്രുതയോടുകൂടെ ഇപ്പോഴും ഫൈറ്റ് ചെയ്ത്, ഞാനൊന്ന് ബാത്റൂമിൽ പോകുന്ന വീഡിയോ എടുത്താൽ അമ്മായി അപ്പം തന്നെ 2 പ്രാവശ്യം ബാത്റൂമിൽ പോയി കാണിക്കുന്ന അമ്മായിയാണ്. ഒക്കെ ഓക്കെ, എന്നെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് നടക്കും, അതും ഓക്കെ. ഞാൻ എന്തെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടാലോ സെയിം അടുത്ത നിമിഷം അതേ ഷോപ്പിൽ പോയിട്ട് സെയിം ഡ്രസ്സ് മേടിച്ച് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന അമ്മായി. ഞാനിന്ന് ജ്യൂസ് കുടിച്ചാൽ നാളെ അവർ വെള്ളം കുടിക്കും. ഇങ്ങനത്തെ ഒരു അമ്മായി. അമ്മായിൻ്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറഞ്ഞതാ. പേര് വരുന്നത് ലസിത പാലക്കൽ മൊണ്ണത്തള്ള. അപ്പം സംഭവം മൊണ്ണത്തള്ളേക്കാണെങ്കിലും എൻ്റെ എനിമിയാണെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇന്നലെ എനിക്ക് ലസിത പാലക്കൽ 2.0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു. അപ്പം അതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് ചെയ്താൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു അക്കൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ മെസ്സേജ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. കാരണം 140 ഫോണുണ്ട് തള്ളച്ചിക്ക് കയ്യിൽ. അപ്പം ഞാൻ കരുതി ഓക്കെ, മേ ബി ആ തള്ള അങ്ങനെ ആയിരിക്കും. ആദ്യം ഞാൻ അരുണിനോട് പറഞ്ഞാൽ തള്ള അങ്ങനെയൊന്നും ചെയ്യൂല. പിന്നെ രാഷ്ട്രീയത്ത് അങ്ങറ്റം തൊട്ടിട്ട് തലനാരിയ തൊട്ടിട്ട് കാലിൻ്റെ അടിയിൽ വരെ പിടിപാടുള്ള പെണ്ണുങ്ങളാണ്. ആ പിടിപാട് വെച്ചിട്ട് എന്നെ അങ്ങ് ചെയ്താളൂ എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഇത് ലെവള് തന്നെ, ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അമ്മശ്ക്ക് തന്നെയാണ് ഇതെന്ന്. പിന്നെ പോരാത്തതിന് അമ്മശ്ക്കിൻ്റെ അടുത്ത് തന്നെ എന്തൊക്കോ പോരല്ലേ, എന്തൊക്കോ തെളിവുകളുണ്ട്. മറ്റേ കോക്ക് കുറച്ചേ നീട്ടല്ലേ, ഇത് കുറച്ച് തോനെ ഞാൻ നീട്ടിയത്, ആ കോക്ക് നീട്ടം കുറവുണ്ടായതുകൊണ്ട്. അപ്പം എന്തൊക്കെയൊക്കെ തെളിവുകളുണ്ട്. അത് നമ്മളെ മിഥുനത്തിൽ പറയുന്നില്ലേ ജഗതി, പൊട്ടും പൊട്ടിക്കും ഞാനെന്ന്. അതേപോലെ പൊട്ടിക്കുന്നു പറഞ്ഞിട്ട് ഇന്നേ വരെ അത് പൊട്ടിച്ച ചരിത്രം ഞാൻ കണ്ടില്ല. അത് പോട്ടെ, ചേച്ചിക്ക് പൊട്ടിക്കാൻ സമയമാകുമ്പോൾ ചേച്ചി അങ്ങ് പൊട്ടിക്കും. ചേച്ചീനാരും പഠിപ്പിക്കണ്ട. ചേച്ചി എനിക്ക് ഓങ്ങി വെച്ചിട്ടുണ്ട്. വെയിറ്റ് ആൻഡ് സീ എന്ന് എപ്പോഴും എന്നോട് പറയാറുണ്ട്. ഇപ്പം കമൻറ്റ് ബോക്സ് ഓഫാക്കിയിട്ടത് കൊണ്ട് ചേച്ചിയുടെ തന്നെ കണ്ണാടിക്ക് മുമ്പ് പോയിട്ട് വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ചേച്ചിയെ മൂലക്ക് കൊള്ളാനുള്ളത് മൂലത്ത് കൊണ്ട് ആയിപ്പോവരുത് കേട്ടോ. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് വരാൻ മറന്നുപോയി. അപ്പം ചുരുക്കി പറയാ വെച്ചാൽ, മുന്നത്തുള്ള നമ്മുടെ എനിമിയൊക്കെ തന്നെ, അതിലൊന്നും യാതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ഇല്ല. പക്ഷെ അമ്മശ്കിയുടെ കെട്ടിയോന് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മശ്കിയുടെ കെട്ടിയോൻ്റെ ഒരു ഫോട്ടോയും വെച്ചിട്ട് ബൈജു പാലക്കൽ എന്ന് പറയുന്ന ഒരു 11 ഇന്നതേ കമൻറ്റ് ബോക്സ് അല്ല ഈ ലൈവിൽ വന്നിട്ട് കമൻ്റ് ഇട്ടിട്ട് മെരുകുക ചെയ്യുന്നത്. കമൻ്റൊക്കെ ഞാനിവിടെ കൊടുക്കാം. അമ്മശ്ക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് വായിച്ചു പോയാൽ മതി. വായിക്കാനറിയാമല്ലോ. ഇന്നെപ്പോലെ 9ാം ക്ലാസ് വിദ്യാഭ്യാസം അല്ലല്ലോ. അങ്ങ് ഡിഗ്രി വരെ ഡിഗ്രിക്ക് വലിപ്പം കുറഞ്ഞു, അങ്ങ് ഡിഗ്രി വരെ പോയതല്ലേ. അപ്പം നിങ്ങൾക്ക് വായിക്കാൻ അറിയായൊന്നും ഉണ്ടാവൂലോ. അപ്പം നിങ്ങളെ മൊട്ടച്ചേട്ടൻ്റെ ഫോട്ടോ ആണ് DP വരുന്നത്. അപ്പം ഞാൻ ഐട്ടോനോട് പറഞ്ഞ്, ഇതേതായാലും ലസിതേൻ്റെ സ്റ്റെപ്പിനിയല്ല, സെക്കൻഡ് ഹസ്ബൻഡ് അല്ല. കാരണം ലസിതേൻ്റെ സെക്കൻഡ് ഹസ്ബൻഡിൻ്റെ പേര് ബൈജു മുരുകൻ എന്നാണ്. അല്ലാതെ ബൈജു പാലക്കൽ വൈഫ് ഹൗസിലത്തെ പേര് ഏതായാലും അവൻ ശരിക്കും മുന്നയൊക്കെ തന്നെയാണ്. അല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. ഗുഡ്സ് മുതലാളിയുമാണ്, അല്ലാന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും അവന് കുറച്ച് അഭിമാനമുള്ള കൂട്ടത്തിലാണ് എന്ന് ആ ഇടതോർന്ന ചിരി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും. കാരണം എന്താ വെച്ചാൽ, എന്ത് തന്നെ ആയാലും അവൻ്റെ വൈഫ് ഹൗസിലെ പേര് ഇടാൻ നിൽക്കൂല. അത് നിങ്ങൾ വിചാരിക്കും അത്രമേലാണത്തുള്ള തൻ്റെടുള്ള പൗരുഷമുള്ള പുരുഷനാണെന്ന്. അതുകൊണ്ടൊന്നുമല്ല. ഈ പെണ്ണിൻ്റെ പേരിൻ്റെ ബാക്കി ഇട്ടാൽ എന്നുവെച്ചാൽ പാലക്കലമ്മായിൻ്റെ തറവാട് പേര് ഇട്ടാൽ നാളെ പാലക്കലമ്മായി പോയാൽ പിന്നെ ബൈജുവിന് പാലക്കൽ എന്നുള്ള പേര് മാത്രം
എന്നും ഒരു ബാധ്യതയായിരിക്കും എന്നുള്ളത് ബൈജു മുരുകൻ അറിയാം. അതുകൊണ്ട് ബൈജു മുരുകന് അതിന് നിൽക്കത്തില്ല കൊച്ചേ. അതുകൊണ്ടാണ്, അല്ലാതെ ബൈജു മുരുകൻ പൗരുഷമുള്ളവനായിട്ടോ തൻ്റെടിയായിട്ടോ ആണത്തമുള്ളവനായിട്ടോ ഒന്നുമല്ല. അവനറിയാം നീ നാളെ വേറൊരുത്തൻ്റെ കൂടെ പോയിക്കഴിഞ്ഞാൽ ഈ ബൈജുവിൻ്റെ കൂട്ടത്തിൽ ഈ മുരുകൻ്റെ സ്ഥാനത്ത് പാലക്കൽ എന്ന് പറയുന്നത് അയാൾക്ക് പിന്നെ ആ മുടിയില്ലാത്ത മുട്ടയിലേക്ക് ബാധ്യതയായി പോവുകയേ ചെയ്യുള്ളൂ. ഏതായാലും ബൈജു പാലക്കലിൻ്റെ പേരിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയ മൊണ്ണനോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, അത് നാം അങ്ങോട്ട് വിശ്വസിച്ചില്ല. കാരണം ഇതൊക്കെയാണേ. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താ വെച്ചാൽ, ബൈജു മുരുകൻ എന്ന് പറഞ്ഞിട്ടാണ് നീ മെസ്സേജ് അയക്കുന്നതെങ്കിൽ ഇത്തിരിയിലും ഞാൻ വിശ്വസിക്കായിരുന്നു. കാരണം ആ മൊട്ടത്തലേനെ എനിക്ക് കണ്ടാൽ അറിയേ. പക്ഷേ ഈ പാലക്കൽ എന്നുള്ള പേര് നിന്നെ ചതിച്ചോടാ ഫേക്കേ. ഏതായാലും ബൈജുളിയൻ അയച്ച മെസ്സേജുകളൊക്കെ ഞാനിവിടെ കൊടുക്കാം. സമയം പോലെ പാലക്കൽ അമ്മായി വായിക്കുക. നിങ്ങൾ ആസനം കൊണ്ട് ജീവിക്കുന്നത് പോണം, അല്ല, നിങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്നത് പോണം. എന്നും ആസ്വദിച്ച് ജീവിക്കുക. നന്ദി, നമസ്കാരം.